എനിക്ക് ഫേസ്ബുക്കിൽ എനിക്ക് ഇതുവരെ പരിചയമില്ലാത്ത ഒരാൾ ഈ സമയം മെസ്സേജ് അയക്കാണ്. അദ്ദേഹത്തിന്റെ പേര് പറയരുത് എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ ഈ ഡിബേറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരുടെ വർഷങ്ങൾക്ക് മുൻപ് അവരുടെ മനുഷ്യത്വരഹിതമായ വഞ്ചനയ്ക്ക് ഇരയായിട്ടുള്ള ഒരാളാണ്. അത് ചെയ്ത ആളുകൾ ഇപ്പോഴും ഈ പറയുന്ന ആളുകൾ തന്നെയാണ്. എനിക്കിപ്പോൾ നല്ലൊരു കരിയറുണ്ട്. പക്ഷെ ഞാൻ 2009 എത്ര വർഷം മുമ്പാണെന്ന് ആലോചിക്കണം, ഇതേ കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ആളാണ് എന്ന് പറയുകയാണ്. അതായത് 30 കിലോമീറ്റർ നടത്തുമായിരുന്നു എന്നുള്ളതാണ്. ശിക്ഷ എന്നാണോ അതോ ഈ ജോലിയുമായി ബന്ധപ്പെട്ടാണോ എന്നുള്ളത് വ്യക്തമല്ല. പേര് പറയരുത് എന്നത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കേൾക്കുന്നുമുണ്ടായിരിക്കും. ഈ ചർച്ച തത്സമയം കണ്ട് ഇതുവരെ പരിചയമില്ലാത്ത ഒരാൾ ഫേസ്ബുക്കിൽ അയച്ച മെസ്സേജാണ്. നേരത്തെ തൊഴിലില്ലായ്മ ചൂഷണം ചെയ്യുന്ന ഒരു കമ്പനിയാണ് GPL. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന കാലത്തോളം ഞാൻ ഈ തൊഴിൽ നടപ്പിലാക്കും. ശരി, ഈ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. നേരത്തെ യൂസഫ് പറഞ്ഞൊരു കണക്കുണ്ട്. 956 ശാഖകളുണ്ട് അല്ലെ? ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡ് വരെ 956 ശാഖകളുണ്ട്. അതിൽ ഓരോ ശാഖകളിലും 25 പേരുണ്ട് ഏറ്റവും കുറഞ്ഞത്. അപ്പോൾ കേരളത്തിലെ 10-25,000 യുവാക്കൾ നിരന്തരം എന്ന വണ്ണം പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് നമ്മുടെ മുന്നിൽ തുറന്നു കാണിക്കപ്പെടുന്നത്. എത്ര രൂപ ശമ്പളം കിട്ടുമായിരുന്നു യൂസഫ്? നമുക്കൊരു 5,000-4,000, ബാക്കി പ്രൊമോഷൻ കഴിഞ്ഞിട്ട് തരുമെന്നാണ് പറയുന്നത്. ഒരു മാസം 5,000 രൂപ. 5,000 രൂപ, 4,000. 1.5 വർഷം മുമ്പ് യൂസഫ് കൈപ്പറ്റിയിരുന്ന തുകയാണിത്. 1.5 വർഷം മുമ്പ് നമ്മുടെ സമൂഹത്തിൽ 5,000 രൂപ പ്രതിമാസ ശമ്പളം കിട്ടുന്ന ഒരാൾക്ക് എന്തിനത് തികയുമെന്ന് നമ്മള് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ വീഡിയോയൊക്കെ വന്നതിന് ശേഷവും ന്യൂസിലൊക്കെ വന്നതിന് ശേഷവും എനിക്കൊരു ഫ്രണ്ട്സ് മെസ്സേജ് അയച്ചായിരുന്നു. അവൻ 1.5 വർഷം നിന്നിട്ട് അവനിക്ക് ടോട്ടൽ കിട്ടിയത് 25,000 രൂപ. 1.5 വർഷം വർക്ക് ചെയ്തിട്ട് ടോട്ടൽ കിട്ടിയത് 25,000 രൂപ. ഇത്രയും ആളുകളുടെ തൊഴിലും ശമ്പളവും ഒക്കെ ഇയാൾ കണക്കിൽ കാണിക്കുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ? ഒരു രേഖയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ സാലറി കൊടുക്കുന്നത് തന്നെ കയ്യിലാണ് സാലറി കൊടുക്കുന്നത്. സാലറി പണമായിട്ടാണ് തരുന്നത്. നിങ്ങൾ അവിടെ ജോലി ചെയ്യുന്നതിന് ഒരു രേഖയില്ല. രേഖയെന്ന് പറഞ്ഞാൽ ID കാർഡുണ്ട്. ID കാർഡ് മാത്രമേ ഉള്ളൂ രേഖ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അപ്പോയിൻമെന്റ് ലെറ്ററും കാര്യങ്ങളൊന്നും തരത്തില്ല. നമ്മളത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞാൽ തരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ നീണ്ടു പോയത്. ഈ ജോലി ഓഫർ ചെയ്ത് അവിടെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ 10,000 രൂപ മുതൽ 20,000 രൂപ വരെയൊക്കെ ഓഫർ ചെയ്തിരുന്നത്? 35,000 രൂപ. അപ്പൊ ഈ ആദ്യത്തെ മാസം ശമ്പളം കിട്ടിയപ്പോൾ നിങ്ങൾ ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ് ഈ 4,500 രൂപ എന്ന്? അത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ ട്രെയിനിങ് പീരീഡ് അല്ലേ, 6 മാസം കഴിഞ്ഞിട്ട് ഇത് മാറുമെന്ന് പറഞ്ഞു. എന്നിട്ടാണ് ഈ നോട്ടുകെട്ടുകളൊക്കെ കാണിച്ചു തരുന്നത്. എല്ലാ ദിവസവും ഈ ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ ഉണ്ട്. അത് രാവിലെ ഉണ്ട്. രാവിലെ 7 മണി തൊട്ട് 8 മണി വരെ ഈ മോട്ടിവേഷൻ ക്ലാസ് ഉണ്ട്. ഉറപ്പായും നല്ലൊരു ഭാവി എന്നുള്ളതാണ് വാഗ്ദാനം. എന്നിട്ട് ഈ 4,500 രൂപ പട്ടിയെ പോലെ പണിയെടുപ്പിക്കും. ഇപ്പൊ നമുക്ക് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിന് ഇപ്പൊ വയ്യ, പനിയാണെങ്കിലും വേഗം തൂക്കി ഇറങ്ങി പോകാൻ പറയും. ഞാൻ ഇതുപോലെ പനിയായിട്ടും തുമ്മൽ വന്നിട്ടും എന്ത് അസുഖം വന്നിട്ടും ഞാൻ ഇതുപോലെ വേഗം തൂക്കി ഇറങ്ങിയിട്ടാണ് ഞാൻ ഈ ലെവലിൽ എത്തിയെന്ന് പറഞ്ഞ് ഹുബൈലിൻ്റെ ഭയങ്കര ഒരു മോട്ടിവേഷൻ ക്ലാസ് ഉണ്ട്. അവൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ കേട്ടാണ് അവിടെ ഉള്ള മിക്കുള്ള സ്റ്റാഫുകൾ ഇപ്പോഴും നിൽക്കുന്നത്. ഈ പ്രശ്നമൊക്കെ ഉണ്ടായപ്പം മറ്റുള്ളവരും അവിടുത്തെ റിസൈൻ ചെയ്യാൻ ഇല്ല. ഞാൻ നിന്ന ടൈമിൽ തന്നെ ടോട്ടൽ അവൻ്റെ ബ്രാഞ്ചിൽ തന്നെ ഈ ഹുബൈൽ KP എന്ന് പറയുന്ന അവൻ്റെ ബ്രാഞ്ചിൽ തന്നെ 110ഓളം സ്റ്റാഫുകളുണ്ട്. ഇദ്ദേഹത്തിനെതിരെ പീഡനാരോപണം വന്നപ്പോഴും ഒന്നും അവിടെ ആർക്കും പേടിയില്ല. കാരണം ഇവർക്ക് സോഷ്യൽ മീഡിയ ആയിട്ട് ഒരു ഇതുമില്ല. ഫോൺ ഓൾറെഡി അവിടെ മേടിച്ച് വെക്കും. ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇവർക്ക് എന്തെങ്കിലും ഈ ബ്രാഞ്ചുമായിട്ട് എന്തെങ്കിലും ആരുമായിട്ടെങ്കിലും സംസാരിക്കുക, എന്തെങ്കിലും എവിടെയെങ്കിലും ആയിപ്പോവേ തളർന്ന് വീഴുകയെല്ലാം ചെയ്യണമെങ്കിൽ ആരും ഉത്തരവാദിത്വം പറയും? ഈ 10-30 കിലോമീറ്റർ ഒരു ദിവസം നടക്കുന്നതാണ്, വേഗം തൂക്കി നടക്കുന്നതും. അതുപോലെ തന്നെ ലേഡീസൊക്കെ ഉണ്ട്, തോനെ ലേഡീസ്. അവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അവർ ആ ബുദ്ധിമുട്ടിലും 30 കിലോ വേഗം തൂക്കി നടക്കുകയാണ്. ഇന്ന് പ്രൊമോഷൻ കിട്ടും, നാളെ പ്രൊമോഷൻ കിട്ടുമെന്നും പറഞ്ഞ് അവർ ഇപ്പോഴും നടക്കുക. അതുപോലെ തന്നെ അന്ന് പെരുമ്പാവൂർ സ്റ്റേഷനിൽ പോയി ഞാൻ പരാതി കൊടുത്തതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വന്ന ടൈമിൽ 3 ട്രെയിനീസിനെ കണ്ടു. 3 ട്രെയിനീസിനും ഈ പെരുമ്പാവൂർ സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തതിൻ്റെ സ്ലിപ്പും കാര്യങ്ങളെല്ലാം ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്ത്, ഈ വീഡിയോ കാണിച്ചു കൊടുത്ത്, ഇതുപോലെയാണ് ചൂഷണം ചെയ്യുന്ന നിങ്ങൾക്ക് എന്നിട്ടും നിങ്ങൾ പ്രൊമോഷൻ കിട്ടിയാന്ന് ചോദിച്ചു. നിങ്ങൾ എത്ര മാസമായിട്ട് ട്രെയിനിങ് ചെയ്യുന്നു? അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ 5 മാസം. പക്ഷേ 5 മാസമല്ല, ആ കുട്ടി ചെയ്തത് ഇപ്പോൾ 1 വർഷം അപ്പുറം ആയിക്കാണ്. സീനിയർ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ പറയാവുന്ന എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഈ ഇതിനിടയിലാണല്ലോ ഈ സെക്ഷൽ ഹറാസ്മെന്റ് എന്നൊരു ആരോപണം കൂടി ഉന്നയിക്കുന്നത്. നിങ്ങളെ പരസ്പരം
ഉപദ്രവിക്കുമായിരുന്നു അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ നിർബന്ധിക്കുമായിരുന്നു എന്നൊക്കെ? പരസ്പരം ഉപദ്രവിക്കുന്നതെന്ന് വെച്ചാൽ രാവിലെ ഇപ്പം നമ്മുടെ റിസൾട്ട് ഇല്ല, ഇപ്പോൾ അവർ പറയുന്ന ടാർഗറ്റ് നമ്മൾ ചെയ്തില്ലെങ്കിൽ രാവിലെ വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് വിളിച്ച് എണീപ്പിച്ചിട്ട് ഭിത്തി പോയി പിച്ച് ചെയ്യാൻ പറയും. പിച്ചിങ് മീൻസ് ഈ കസ്റ്റമർ ഇപ്പോൾ കസ്റ്റമറുടെ അടുത്ത് പോയി സംസാരിക്കുന്നതാണെങ്കിൽ ഭിത്തിയിൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ നമ്മൾ പിച്ച് ചെയ്യണം, സംസാരിക്കണം. ചേച്ചി സാധനം വാങ്ങണം, ചേച്ചി സാധനം മേടിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് അത് ഇത്ര മണിക്കൂർ അരമണിക്കൂർ ചെയ്തിട്ട് കിടക്കാൻ പറയും. വീണ്ടും അരമണിക്കൂർ നമ്മൾ കിടന്ന് കണ്ണി ഉറക്കം പിടിക്കുമ്പോൾ വീണ്ടും തട്ടി എണീപ്പിക്കും. എണീച്ചില്ലെങ്കിൽ അടി. ഈ അടി പേടിച്ച് പിന്നെ ഇതെല്ലാം ഈ കേരളത്തിലാണ് നടക്കുന്നത്. 30 വർഷമായിട്ട് ഈ കണ്ടിന്യൂസ് നിയമങ്ങൾ ആ കമ്പനിയിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഏതെങ്കിലും ഇതിൽ വന്നിട്ടുണ്ടോ? കേസും പല സ്റ്റേഷനിൽ ഈ ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡ് വരെ പല സ്റ്റേഷനിൽ പല ആൾക്കാരും കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. ഇതുവരെയ്ക്ക് ഇതുപോലെ മുന്നോട്ട് വന്നിട്ടില്ല. നിങ്ങളോട് സംസാരിച്ച രീതിയിലായിരിക്കും ഒരു പക്ഷേ അമ്മ അടുത്ത് സംസാരിക്കുന്നത് പോലെ തന്നെയാണ് എല്ലായിടത്തും സംസാരിക്കുന്നത്.